ഹായ് ഓൾ, ശുഭത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ബ്ലോഗ്സ് ഉണ്ടാകുന്നുണ്ടല്ലേ. റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ നമ്മൾ മാരേജ് കഴിഞ്ഞു, അവിടെയും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നു. ഇനി കരിയറിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നു. ഇതൊക്കെ ശരിക്കും എവിടെ നിന്നാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്? ഇതിൻ്റെയൊക്കെ ശരിക്കും റൂട്ട് കോസ് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ ചൈൽഡ്ഹുഡ് എന്ന് മുതൽ വന്നിരിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് എല്ലാവരും പറയുന്നു. എന്താണ് ഈ ചൈൽഡ്ഹുഡ് ട്രോമ? നമുക്കതിനെ ട്രോമയായിട്ട് ചിന്തിക്കേണ്ട. നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ, സമൂഹം, ഇതിനൊക്കെ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചില ആൾക്കാർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, കുട്ടികളായാൽ തന്നെ. അപ്പോൾ അതൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് വലുതാവുമ്പോൾ നമ്മൾ ഒരുപാട് ട്രോമാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രോമാസ് ഓൾറെഡി ചെറുപ്പത്തിലേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വലുതാവുന്ന സമയത്ത് ഈ വോണ്ടുകളിൽ നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫ്യൂച്ചർ ലൈഫിലേക്ക് ബ്ലോക്സ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നിലനിൽക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ചൈൽഡ്ഹുഡിൽ നിന്ന് വരുന്നതാണെന്നല്ലേ. അപ്പോൾ ഒരു കുട്ടിയും ജനിക്കുന്നത് ഫിയർ ഇല്ലാതെയാണ്. അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരെ സുരക്ഷിതനായിരുന്ന പെട്ടെന്നൊരു നാൾ പുറത്ത് വരുന്നു. അത്രയും നാളുള്ള ആ കംഫർട്ട് സോൺ ഭേദിച്ചിട്ടാണ് അത് പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മുടെ ജേണി. അപ്പോൾ ഒരു ബ്ലാങ്ക് സ്ലേറ്റാണിത്. ഓക്കെ, ആ ഒരു ഒന്നുമില്ല, ജസ്റ്റ് വളരെ നിഷ്കളങ്കമായി പുറത്തു വരുന്നൊരു കുട്ടി. അവിടെ നിന്ന് തൊട്ട് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നോയ്സ്, പുറത്തു നിന്നുള്ള ഒരുപാട് ഒച്ചപ്പാടുകൾ, ബഹളങ്ങൾ, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, ഇത്തരം കാര്യങ്ങളോട് ഫിയർ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഫിയർ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുഞ്ഞുനാളിൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു സാമീപ്യം കിട്ടാതെ പോയ കുഞ്ഞു കുട്ടികൾ, അല്ലെങ്കിൽ ഒരു ഹഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്നൊരു അമ്മയുടെ കയ്യിൽ നിന്ന് കുട്ടീനെ പെട്ടെന്ന് താഴോട്ട് വയ്ക്കുമ്പോൾ അത് കരച്ചിലും ബഹളമൊക്കെ ഉണ്ടാക്കുന്നു, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഫിയറുകൾ പോലും അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു ശരിക്കും ഫിയർ. പിന്നെ കുറച്ച് വലുതാവുമ്പം പാരൻസിൻ്റെ വക, അല്ലെങ്കിൽ സമൂഹത്തിലെ ടീച്ചേഴ്സ്, ക്രിറ്റിസിസം, കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, പെർഫെക്ഷനിസം, പണിഷ്മെൻറ്റ്, കണ്ടീഷണൽ ലവ്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കുട്ടീൻ്റെ ഉള്ളിൽ. അവിടെ നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ വീക്കാണ്, അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ്, ഇൻകാപ്പബിളാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല, ഐ കാണ്ട് എന്നൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. കാരണം ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരായാലും നമ്മളെ പറയുന്നു, നിന്നെ ഒന്നിനും കൊള്ളില്ല, നീ ഇങ്ങനെയാണ്, നിൻ്റെ ലൈഫ് ഇങ്ങനെ പോകാനേ ആ വിധിയുള്ളൂ, നീ അപ്പുറത്തെ കുട്ടീനെ നോക്ക്, ആ കുട്ടി കണ്ടോ ഇന്ന പോലെ ചെയ്യുന്നു, നിനക്കിതെന്തൊന്നും സാധിക്കാത്തത്, ഇങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പെർഫെക്ഷനിസം, കണ്ടീഷണൽ ലവ്, അതായത് നീ ഇന്ന പോലെ ചെയ്താൽ മാത്രമേ ഞാൻ നിനക്കിതൊക്കെ വാങ്ങിച്ചു തരുള്ളൂ, അല്ലെങ്കിൽ എങ്കിലും മാത്രമേ ഞാൻ നിന്നോട് സ്നേഹം പ്രകടിപ്പിക്കുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടീൻ്റെ ഉള്ളിൽ ട്രോമാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കില്ല, ഐക്കാണ്ട്, മറ്റു കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കില്ല, സോ എനിക്ക് എന്തിൻ്റെയൊക്കെ കുറവുണ്ട്, ഐക്കാണ്ട് എന്നൊരു പദം ആ കുട്ടീൻ്റെ ഉള്ളിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ, അതാണ് പ്രൈമറി റീസൺ. നമ്മുടെ അഡൽട്ട് ലൈഫിൽ ഫെയിലിയർ ഉണ്ടാകാനുള്ള പ്രൈമറി റീസൺ എന്ന് പറയുന്നത് ഫെയിലിയറാണ്, ആ പരാജയപ്പെട്ടു പോകുന്നുള്ള പേടി. കാരണം ഫിയർ ഓഫ് റിജക്ഷൻ, ഇത് ചൈൽഡ്ഹുഡിൽ നിന്ന് നമുക്ക് പാരൻസിൻ്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയതായിരിക്കാം. കാരണം ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പാരൻസിന് ദേഷ്യം വരും, ഇല്ലേ? ഇപ്പം ഇപ്പോഴത്തെ കാലമായാലും പാരൻസിന് ദേഷ്യം വരും, ചിലപ്പോൾ പിണങ്ങിയിരിക്കും. നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും. അപ്പം സ്നേഹം കട്ട് ചെയ്യും, കുറേ നാൾ ചിലപ്പോൾ 2 ദിവസമൊക്കെ മിണ്ടാതിരിക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. എനിക്ക് നിന്നെ വേണ്ട, നീ ഇങ്ങനെയാണ്, മറ്റേ കുട്ടീനെ നോക്കുക, ആ കുട്ടി നന്നായിട്ട് ഇന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, സോ എനിക്ക് നിന്നോട് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്നൊക്കെ തമാശയ്ക്ക് പറയുന്നതായിരിക്കാം. പക്ഷേ കുട്ടീൻ്റെ ഉള്ളിൽ അതൊക്കെ വൂണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഒറ്റപ്പെട്ടു പോകും, അപ്പോൾ ഞാൻ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, നന്നായി ചെയ്തില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും, അപ്പോൾ എനിക്ക് ആരും ഇല്ലാതാവും, അപ്പോൾ ട്രോമ ഉണ്ടാവും, അപ്പോൾ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും കുട്ടീൻ്റെ ഉള്ളിൽ. രാത്രി ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട്, നമ്മളിപ്പം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ മൈൻഡിൽ എന്ത് തോട്ടാണോ വരുന്നത്, അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുക. അതാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുക എന്ന് പറയും. നമ്മൾ ഈ അഫർമേഷൻസൊക്കെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കേൾക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും, ഇല്ലേ? കുട്ടി ഉറങ്ങുന്നതിന് മുന്നൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലും അതൊക്കെ കേട്ടിട്ടാണ് ആ കുട്ടി ഉറങ്ങാൻ പോകുന്നതെങ്കിൽ കുട്ടീൻ്റെ ഉള്ളിൽ ഒരുപാട് ട്രോമാസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ
അത് ആ കുട്ടീൻ്റെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറും. അവിടെ ഫിയർ ഉണ്ടാവും. അപ്പം പാരൻസിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ കുട്ടി. ഓക്കെ, അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആ കുട്ടിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷേ പാരൻസിൻ്റെ സ്നേഹം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ഹഗ് കിട്ടാൻ വേണ്ടി, ടച്ച് കിട്ടാൻ വേണ്ടി, അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടി തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും ആക്ട് ചെയ്ത്, സന്തോഷത്തോടു കൂടി ചെയ്യുന്നതായിട്ട് ആക്ട് ചെയ്ത്, ഒരു ഫ്രസ്ട്രേഷനിൽ കൂടിയായിരിക്കും അത് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ, അവർക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല, അപ്പോൾ ഞാൻ അവരുടെ താല്പര്യമാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്നാണ് ശരിക്കും പീപ്പിൾ പ്ലേസിങ് പോലുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോവും, അപ്പോൾ ഇല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും, ഞാൻ ഒറ്റയ്ക്കായിരിക്കും, ഒറ്റയ്ക്ക് ജീവിക്കണം. ഇതാണ് ശരിക്കും ട്രോമ ബോണ്ടിൻ്റെ അടിസ്ഥാനം കേട്ടോ. കാരണം പല ആൾക്കാരും താല്പര്യമില്ലാത്ത ബന്ധങ്ങളിൽ പോലും നിന്ന് പോകുന്നത് ഈ ഒരു ഫിയർ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്നില്ലെങ്കിൽ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ എന്നെ ഒറ്റയ്ക്കാക്കും, റിജക്റ്റ് ചെയ്യും, അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, സമൂഹത്തിൽ ഞാൻ ഒറ്റയ്ക്കായി പോകും എന്നുള്ളൊരു ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ്. ഞാനിതൊക്കെ പറയാൻ കാരണം, നമ്മൾ ഹീലാവുന്ന സമയത്ത് നമുക്ക് ശരിക്കും റൂട്ട് കോസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ ശരിക്കും കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും കണ്ടീഷണൽ ലവ് ഉണ്ടാവുന്നത്. അതായത് പാരൻസ് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ഓഫർ ചെയ്യുന്നു, അപ്പോൾ ഇത് ചെയ്താൽ ഞാൻ നിനക്കിത് വാങ്ങിച്ചു തരാം, അപ്പോൾ ഓഫർ, അപ്പോൾ എന്തെങ്കിലും ഞാൻ ചെയ്താൽ മാത്രമേ എനിക്ക് അപ്രിസിയേഷൻ കിട്ടുള്ളൂ. സോ ആ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ആ കുട്ടീൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ല അവിടെ നോക്കുന്നത്. അപ്പോൾ അതാണ് ആക്ച്വലി കുട്ടീൻ്റെ ഉള്ളിൽ സ്നേഹം, എന്തെങ്കിലും കിട്ടുന്നത്, ഗിഫ്റ്റ് തരുന്നത്, അല്ലെങ്കിൽ അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അത് കണ്ടീഷനാണ്. ഒരു കണ്ടീഷൻ വെച്ചിട്ട് മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്നൊരു തോട്ട് ഉണ്ടാവും. അൺകണ്ടീഷണൽ ലവ് എന്നൊരു കാര്യം ആ കുട്ടി മറന്നു പോകും. ആക്ച്വലി പാരൻസ് കുട്ടി തമ്മിൽ അൺകണ്ടീഷണൽ ലവ് ആണ് വേണ്ടത്. പക്ഷേ കുട്ടീൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്താ? കണ്ടീഷണൽ ലവ് ആണ്. ഇതൊക്കെ ചെയ്താൽ മാത്രമേ എൻ്റെ പാരൻസൊക്കെ വാങ്ങിച്ചു തരുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം കുറേ നാൾ വിസിറ്റിന് വരുന്ന ഒരു സംതിങ് റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കഴിവുകൾ കണ്ടിട്ട് മാത്രം അപ്രിസിയേഷൻ ചെയ്യുന്ന ഒരാൾ. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം, കുറ്റപ്പെടുത്തൽ, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊരു നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ കുട്ടീൻ്റെ ഉള്ളിൽ എന്താ? നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എനിക്ക് അപ്രിസിയേഷൻ കിട്ടാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ ഞാൻ അംഗീകരിക്കപ്പെടുള്ളൂ, എങ്കിൽ മാത്രമേ എനിക്ക് സ്നേഹം കിട്ടുള്ളൂ, ഇങ്ങനൊരു ചിന്ത ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പീപ്പിൾ പ്ലേസിങ് മെൻറ്റാലിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ ഞാൻ പറഞ്ഞു. ഫിയർ ഓഫ് ഫെയിലിയറും റിജക്ഷനും ഇതൊക്കെ ഇവിടെ നിന്നാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അഡൽട്ടിലേക്കുള്ള ഓരോ വൂണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഡീപ്പ് റൂട്ടഡ് ട്രോമാസ് ആൻഡ് ഇമോഷൻസ് പറയും ഇതിന്. അപ്പം അൺഹാപ്പിനെസ്, ആങ്സൈറ്റി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ സപ്പോർട്ടും അപ്രിസിയേഷനും ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഇല്ല. അപ്പോൾ ഞാൻ തുടങ്ങുന്ന ഏത് കാര്യവും, ഞാൻ ഒറ്റയ്ക്കെടുക്കുന്ന എന്ത് തീരുമാനവും ഫെയിലായി പോവും എന്നൊരു തോട്ടുണ്ടാവും. ചിലപ്പോൾ കുഞ്ഞുനാളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് അത് തെറ്റിപ്പോയപ്പോൾ ചിലപ്പോൾ എല്ലാവരും കൂടി ചിലപ്പോൾ വഴക്ക് പറഞ്ഞു കാണും, അല്ലെങ്കിൽ സമൂഹം മൊത്തം കളിയാക്കി കാണും, അല്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നപ്പോൾ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഉള്ളിൽ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഫിയർ വന്നു, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും തെറ്റായിരിക്കും, അല്ലെങ്കിൽ അതെപ്പോഴും ഫെയിലാവും, അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില കാര്യങ്ങളിലേക്ക് തീരുമാനം എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. ചിലർ കണ്ടിട്ടുണ്ടാവും, എപ്പോഴും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം തേടിക്കൊണ്ടേയിരിക്കും. ചില ആൾക്കാർ ജ്യോതിഷത്തിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഞാനത് ചെയ്താൽ തെറ്റിപ്പോവോ ശരിയാവോ, അപ്പോൾ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഫിയർ ഉണ്ടാവുന്നത്. ഞാൻ ഇത് ചെയ്താൽ, ഈ കോഴ്സ് സെലക്ട് ചെയ്താൽ തെറ്റിപ്പോവോ, ഞാൻ ആ ഒരു ജോലിയിലേക്ക് എൻ്റർ ചെയ്താൽ എൻ്റെ ലൈഫ് മാറിപ്പോവോ, തെറ്റിപ്പോവോ, അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റം പറയോ, അതൊരു ഫെയിലിയർ ആവുമോ എന്നുള്ള പരാജയ ഭീതി വരുന്ന എവിടുന്നാണ്? ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ്. സോ നമ്മളിതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ വീണ്ടും നല്ല പ്രോഗ്രാംസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പതിയെ മാറാൻ പറ്റും. നമ്മൾ നല്ല അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക. മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പുതിയ പ്രോഗ്രാംസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് പഴയ പ്രോഗ്രാംസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് മാറ്റിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വെച്ചോ, അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു തോട്ടുണ്ടാകും. ചിലപ്പോൾ ആൾക്കാരൊക്കെ കുറ്റം പറയും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. എത്ര ആൾക്കാർ കുറ്റം പറഞ്ഞാലും അവരൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അത് വിജയിക്കുകയും ചെയ്യും കേട്ടോ. വിജയിച്ച ഒരുപാട് ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് വന്ന ആൾക്കാരൊന്നും അല്ല ഇവരൊന്നും.
എല്ലാവരും കുറ്റം പറഞ്ഞിട്ടും വഴക്ക് പറഞ്ഞിട്ടും അല്ലെങ്കിൽ പരിഹസിച്ചിട്ടും നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, ഇതൊക്കെ ആരെങ്കിലും ചെയ്യുമോ, ഇങ്ങനെയൊക്കെ കേട്ടിട്ട് വന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും. പക്ഷെ അവരൊക്കെ വിജയിച്ച ചരിത്രമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ കുറ്റം പറയുമോ, അല്ലെങ്കിൽ ഞാനത് ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെയുള്ള തോട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മളെടുത്ത തീരുമാനത്തിൽ ഒരിക്കലും ഉറച്ചു നിൽക്കാൻ പറ്റില്ല. മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. മങ്കി മൈൻഡ് കേട്ടിട്ടില്ലേ? അവിടെയും ചാടും ഇവിടെയും ചാടും. അപ്പോൾ നമുക്കൊരു തീരുമാനം പക്ക എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ സംഭവിക്കും, നമ്മൾ ഫെയിലാവും ഷുവറായിട്ടും. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ്റെ മേലെ ഉറച്ചു നിന്ന് ഇൻ കേസ് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ വേറൊന്നും, പരാജയപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ വീണിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുട്ടികളെ കണ്ടിട്ടില്ലേ? വീണിട്ട് തന്നെയാണ് നടക്കാൻ പഠിക്കുന്നത്. പെട്ടെന്ന് ഒരു കുട്ടി എഴുന്നേറ്റ് നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് പറ്റണം. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് എന്ത് തോന്നുന്നു അതാണ് നമ്മുടെ ശരി. ഓക്കെ, എനിക്ക് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ അത് ഞാനെടുത്ത തീരുമാനമാണ്, ഇറ്റ്സ് ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യാം. തെറ്റാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, വേറൊരു തീരുമാനം. നമ്മൾ ഓരോ ലെസൺ പഠിക്കുകയാണ് ഓരോ കാര്യത്തിനും. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഓക്കെ, നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നിരിക്കുന്ന ആ പഴയ ട്രോമാസൊക്കെ നമ്മൾ മാറ്റി പുതിയ പ്രോഗ്രാംസ് നമ്മൾ ലോഡ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ സാധിക്കുന്ന കാര്യമാണ്. നമുക്ക് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സെൽഫ് ടോക്ക് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പഴയ ചൈൽഡ്ഹുഡ് മുതൽ നമ്മൾ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വന്നിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്നും ഓർത്തിട്ട് കാര്യമില്ല. എല്ലാവരും ഇത് കേൾക്കുന്നതാണ്. എല്ലാവരും ഇതിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. സ്വയം കൺവിൻസ് ചെയ്യാം, സ്വയം പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ സഹായം തേടാം. നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുടെ സഹായം തേടാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലോക്കുകളൊക്കെ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ എവിടെയാണോ നിങ്ങൾക്ക് ഗ്രോത്ത് വേണ്ടത് ആ ഒരു തരത്തിലേക്ക് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.